ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ ഒരു ഒന്ന് രണ്ട് വചനം നമുക്ക് ശാന്തമായി ഒന്ന് ശ്രദ്ധിക്കുകയും പഠിക്കുകയും നമുക്ക് ചെയ്യാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്താട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് അനവധി കാര്യങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തു. ഇന്നും നമ്മൾ ആ എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുകയാണ്. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയാണ് ഇന്നത്തെ വചന ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന വാക്യം. ഞാൻ ഒന്നുകൂടി പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതൽ 21 വരെയുള്ള വാക്യം. ഞാനത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഈ 7-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയുള്ള ആ ദൂതിനകത്ത് ഏകദേശം 15 കൂട്ടം കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം തന്നിട്ടുള്ള കൽപ്പനകളാണ്. നമ്മൾ അത് അങ്ങനെ ഒന്ന് ഇത് കുറച്ച് ബഹളം വെച്ച് പോയാൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ശാന്തമായിട്ട് പോകാം. ഒന്നുകൂടി ഞാൻ പറയുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 7 മുതൽ 21 വരെയുള്ള വാക്യത്തിനകത്ത് ഏകദേശം 15 കൂട്ടം കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടതായ 15 കൂട്ടം കൽപ്പനകളാണ്. അതാണ് നമ്മൾ ഇന്ന് ശാന്തമായി ചിന്തിക്കുന്നത്. എഫേസ്യ ലേഖനത്തെക്കുറിച്ച് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നിങ്ങളോട് ഞാനും പ്രസംഗിച്ചു, വന്ന ദൈവദാസന്മാരും പ്രസംഗിച്ചു, അല്ലേ? നമുക്ക് ഒത്തിരി അതിനെക്കുറിച്ച് ഇനി പറഞ്ഞ് സമയം കളയണ്ട. സമയം അരമണിക്കൂറേ മുമ്പിലുള്ളൂ. അതിനകത്ത് ഈ 15 കൂട്ടം കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ ചിന്തിക്കണം. നമുക്ക് അനുഗ്രഹമായിരിക്കും. വായിച്ചേ 7-ാമത്തെ വാക്യം. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. 1-ാം വാക്യത്തിൽ അല്ലെങ്കിൽ 7-ന്റെ 1-ാമത്തെ കൽപ്പന പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ആ വാക്യം പൂർണ്ണമല്ല, അല്ലേ? ആ വാക്യം പൂർണ്ണമാണോ? അല്ല. ഞാൻ പറയാം, നിങ്ങൾ അവരുടെ കൂട്ടാളി ആകരുത് എന്ന് പറയുമ്പോൾ മറ്റാരെയോ പൗലോസ് എന്ത് ചെയ്യുന്നുണ്ട്? എടുത്ത് കാണിക്കുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഈ എഫേസ്യ ലേഖനം 5-ാം അധ്യായം ആരംഭിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോ ആദ്യമേ പൗലോസ് നമ്മളെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് എങ്ങനെയാ? നമ്മൾ ആരാണ്? പ്രിയമക്കളാണ്. അപ്പൊ നിങ്ങൾ അവരുടെ കൂട്ടാളി ആകരുത് എന്ന് പൗലോസ് പറയുന്ന ആരോടാ? അവിടെ വാ. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത് എന്ന് പൗലോസ് 7-ാം വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് ആരോടാന്ന് ചോദിച്ചാൽ ആരോടാണ്? പ്രിയമക്കളോടാണ്. എനിക്ക് ഒരു വാക്യം കൂടി വായിച്ചു തരണം. റോമൻസ് 1 യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചേ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. കാൺമീൻ, നമ്മൾ ആരാണ്? ദൈവമക്കൾ. അപ്പോ എഫേസ്യ ലേഖനം 5-ന്റെ 1-ൽ നമ്മൾ വായിച്ചത് എന്താ? പ്രിയമക്കൾ. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് വിളിച്ച പേര് പ്രിയമക്കൾ എന്നല്ല, ദൈവമക്കൾ. ആരാണ്? ദൈവമക്കൾ. കാൺമീൻ, നാം ദൈവമക്കൾ, അല്ലേ? അപ്പൊ രക്ഷിക്കപ്പെട്ടവരുടെ പേരാണ് എന്ത്? ദൈവമക്കൾ. അവൻ യോഹന്നാൻ 1-12 വാക്യങ്ങൾ കുറിച്ചെടുക്കാം. അവനെ കൈക്കൊണ്ട് ആരെ കൈക്കൊണ്ട്? യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട്. ഞാൻ ഈ കൈക്കൊള്ളുക എന്നൊരു വാക്ക് പറയുന്നതിന് മുൻപ് പൂർണ്ണമാകാൻ മറ്റൊരു കാര്യം പറയും. ആർക്കെങ്കിലും ഒക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം, അവരുകൂടി ഒന്ന് പഠിച്ചോട്ടെ. കൈക്കൊള്ളുക എന്ന വാക്യം യോഹന്നാൻ പറയാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നതും ഉൽപ്പത്തി ആരംഭിക്കുന്നതും ഒരേ ഭാഷയിലാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ യോഹന്നാൻ തൂലിക ചലിപ്പിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത് ആദിയിൽ വചനം. രണ്ടിനും വ്യത്യാസമുണ്ടോ?
ഉൽപ്പത്തി 1:1 യോഹന്നാൻ 1:1 തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? സംശയമാണ്. ഉൽപ്പത്തിയിൽ എന്നാ വായിച്ചേ? ആദിയിൽ ദൈവം. ആമേൻ. യോഹന്നാന്റെ 1:1 എന്താ? ആദിയിൽ വചനമുണ്ടായിരുന്നു. രണ്ടും ഒന്ന് തന്നെയാ. ഉൽപ്പത്തിയിൽ ആദിയിൽ ദൈവം എന്നെഴുതിയെടുത്ത് യോഹന്നാൻ എന്തെഴുതി? വചനം. അല്ലേ? ഇനി അത് കുറച്ചുകൂടി മനസ്സിലാകാൻ അവൻ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതി, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അവിടെ പറയുന്ന വചനം, സ്തോത്രം, പുത്രത്വമാണ്. ആമേൻ. ആദിയിൽ ദൈവം, അത് പിതാവാണ്. ആമേൻ. യോഹന്നാൻ പറയുന്നു വചനം ആരാണ്? യേശുവാണ്. 14 വാക്യം പറയുന്നു, വചനം ജഡമായി അവതരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദിയിൽ ദൈവം യോഹന്നാനിൽ വന്നപ്പോൾ വചനമാരാണ്? പുത്രനാണ്, യേശു കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അത് പറഞ്ഞിട്ട് അവൻ യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനമായിരുന്നവൻ, ആ വചനം വന്നു. എവിടേക്ക് വന്നു? എവിടേക്ക് വന്നു? അവിടെയാ ശ്രദ്ധിക്കണ്ടേ. ആദിയിൽ വചനമായിരുന്നവൻ വന്നു. എവിടേക്ക് വന്നു? യോഹന്നാന്റെ 3 എവിടേക്കാവും വന്നേ? ഞാൻ വായിച്ചു. അയ്യോ, ആ വാക്യമില്ലേ? അവൻ എവിടേക്ക് വന്നു? സ്വന്തത്തിലേക്ക് വന്നു. അതിന് ബാക്കി മറന്നു പോണ എന്താ? സ്വന്തത്തിലേക്ക് വന്നു, അതാ എനിക്ക് വേണ്ടേ. ആ വചനം എവിടേക്കാ വന്നേ? സ്വന്തത്തിലേക്ക്. ആരാ ഈ സ്വന്തം? യഹൂദന്മാർ. ഈ കൈക്കൊള്ളുക എന്നൊരു വാക്ക് പറയാൻ വേണ്ടി ഞാനീ പറയുന്നേ. ആദിയിൽ ഉണ്ടായ വചനം വന്നു. എവിടേക്ക് വന്നു? സ്വന്തത്തിലേക്ക് വന്നു. ആരാ ഈ സ്വന്തം? യഹൂദൻ. നോക്കിക്കേ, ദൈവം പുസ്തകത്തിനകത്ത് നിങ്ങൾ എന്റേത്, നിങ്ങൾ എൻ്റെ അവകാശം, നിങ്ങൾ എൻ്റെ നിക്ഷേപം, നിങ്ങൾ എൻ്റെ ജാതി എന്ന് അവകാശപ്പെട്ട ഒരു കൂട്ടം ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അത് യഹൂദന്മാരാ. അല്ലേ? ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. എന്റെ കൈ കീഴിൽ നടത്തുന്ന ആടുകളായിരിക്കും നിങ്ങൾ. ഇന്ന് പറഞ്ഞ ആരോടാണ്? ആരോടാ? യഹൂദനോടാ. കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ കർത്താവ് പറയുന്നു, ആമേൻ, ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം അടുത്തു വന്ന് സംസാരിക്കുന്ന, ഇടപെടുന്ന ഏറ്റവും ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ? ആ പദമൊക്കെ ദൈവമക്കളെ എന്ത് അനുഗ്രഹിക്കപ്പെട്ട പദമല്ലേ? ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന, ദൈവം ഇത്ര അടുത്തു വരുന്ന ജാതി വേറെ ഏതുള്ളൂ? അപ്പൊ ഇത്രയും മഹത്വകരമായ ഒരു ജാതി, ഇത്രയും തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി, ഒരു സ്വത്രം പറഞ്ഞേ, അവിടേക്കാ ആര് വന്നത്? എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം നിങ്ങളുടെ ഈ സ്വത്രം കേൾക്കുമ്പോൾ എനിക്കറിയാം. അപ്പൊ ഞാൻ വീണ്ടും വാക്യങ്ങൾ തരാൻ ബന്ധപ്പെടുന്നു. യെശയ്യാ 11:1 വായിച്ചോ? ഇതൊന്നും നമ്മുടെ ഈ വിഷയം എഫെസ്യ ലേഖനത്തിൽ ഉള്ള വിഷയമല്ല. ഒന്ന് വായിച്ചേ. എന്നാൽ ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെട്ടു. അതൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം. ഈശായിയുടെ കുറ്റിയിൽ നിന്ന് എന്ത് വരും? ഒരു മുള. ആ മുള ആരാ? യേശു. യേശുവാണ്. വചനം പഠിക്കുന്നവർക്ക് ഇതിന് മർമ്മം അറിയൂ. ഈശായിയുടെ കുറ്റിയിൽ നിന്നും പുറപ്പെട്ടു വന്ന മുള ആരാണ്? യേശുവാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ രാജാവ് ആരായിരുന്നു? ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലായിരുന്നു. എന്നാൽ ശൗലിനെ നീക്കി, ബാക്കി അങ്ങനെ പറയുന്നേ, അവനെ നീക്കിയിട്ട് എനിക്ക് ബോധിച്ചൊരു പുരുഷനെ ഞാൻ സെലക്ട് ചെയ്തു. അത് യഹൂദ കുടുംബത്തിൽ, അല്ലേ? യഹൂദയിൽ നിന്ന് ഒരുത്തനെയാ ദൈവം സെലക്ട് ചെയ്തത്. ആ യഹൂദയുടെ നക്ഷത്രമായിരുന്നു ആര്? യേശു കർത്താവ്, അല്ലേ? മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഈ ആട്ടിടയന്മാർക്ക് മുൻപ് വഴി കാണിക്കാൻ ആരാ പോയത്? നക്ഷത്രമാ പോയത്. അത് ഉദയ നക്ഷത്രമാ.
അവൻ ആ ഉദയനക്ഷത്രം യേശു ക്രിസ്തുവാണ്. യേശുവിന് കിടക്കുന്ന തൊട്ടിലാണ് ആ നക്ഷത്രം പോയി നിൽക്കുന്നത്. എൻ്റെ മെസ്സേജിന്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ. വചനം വന്നത്, യേശു വന്നത് സ്വന്തത്തിലേക്കാണ്. ആരാണ് ഈ സ്വന്തം? ഉറക്കെ പറ. യഹൂദർ. പക്ഷേ അവർക്കൊരു തെറ്റുപറ്റി. വായിച്ച ദൈവാസനെ യോഹന്നാൻ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തമായവർ അവനെ എന്ത് ചെയ്തില്ല? കണ്ടോ? അവൻ സ്വന്തത്തിലേക്ക് വന്നു. വന്നതാരെ തേടിയാ വന്നേ? സ്വന്തക്കാരെ വിടുവിക്കാനാ വന്നേ. യഹൂദനെ തേടിയാ വന്നേ. യഹൂദനെ വിടുവിക്കാനാ വന്നേ. പക്ഷെ ഒരൊറ്റ സംഭവം അവിടെ നടന്നു. സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. സ്വന്തമായ യഹൂദന്മാർ കൈവിട്ടപ്പോൾ യേശു എന്ത് ചെയ്യുന്നറിയാമോ? സ്വന്തത്തെ വിട്ടിട്ട് ജാതികളിലേക്ക് തിരിഞ്ഞു. ആമേൻ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. യേശു കർത്താവ് 2 സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. പഠിക്കണേ, വചനം പഠിക്കുന്നവർക്കായിട്ട് മാത്രം പറയുക. 2 സ്റ്റേറ്റ്മെന്റ് യേശു പറഞ്ഞു. ഒന്ന്, യെരുശലേമിനോട് യേശു സമീപിച്ചപ്പോൾ യേശു വാവിട്ട് കരഞ്ഞു, അല്ലേ? എന്നിട്ട് പറഞ്ഞു, ആമേൻ, നിന്നിൽ നടന്നത്, അല്ലേ, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തി, നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ, അവൻ സോദോമിലൊക്കെ നടന്നിരുന്നെങ്കിൽ അവര് നേരിട്ടിലും വെണ്ണീരിലും കിടന്നേനെ. എന്നിട്ടും ഒരു കോഴി, ബാക്കി പറ, കുഞ്ഞുങ്ങളെ ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറക്കുന്നത് പോലെ നിങ്ങളെ മറക്കാൻ എനിക്ക് പലവട്ടം ഒരു വട്ടമല്ല, പലവട്ടം നിങ്ങളെ ചേർക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, എൻ്റെ ചിറകിന്റെ മറവിലേക്ക് നിങ്ങളെ വന്ന് കൊണ്ടുവരാൻ, നിങ്ങളെ വന്ന് മറക്കാൻ എനിക്ക് ഒരു വട്ടമല്ല, പലവട്ടം എനിക്ക് മനസ്സായിരുന്നു. വിശ്വാസമാരെ, അടുത്തൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. യേശു ഈ വാക്യം പറഞ്ഞിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയോ? കോഴി തൻ്റെ ചിറകിന്റെ കീഴിൽ മറക്കുന്നത് പോലെ നിങ്ങളെ മറക്കാൻ എനിക്ക് പലവട്ടം മനസ്സായിരുന്നു. അടുത്ത വാക്യം, നിങ്ങൾക്കോ മനസ്സായില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? നിങ്ങൾക്കോ മനസ്സായില്ല. എന്നിട്ട് അവൻ യേശു കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി. കാര്യമൊക്കെ ശരിയാ. അവിടം കൊണ്ട് തീർന്നു യഹൂദന്റെ പരിപാടി. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ ഇങ്ങനെയൊന്നും ആരാധിച്ച പോരാ. എൻ്റെ ഭാഷയും ഞാൻ പറയാം, വചനം പഠിച്ചുകൊണ്ട് പറയുക. ഈ ആരാധനാലയത്തിനകത്ത് പേ പിടിച്ച പട്ടിയെ പോലെ ഓടി നടന്ന് ആരാധിച്ചാലും മതി വരില്ല ദൈവമക്കളെ. അങ്ങനെ ഒരു രക്ഷാ പദ്ധതിയാ എനിക്കും നിങ്ങൾക്കും കിട്ടിയത്. അവൻ യഹൂദനെ തേടി വന്നവൻ, യഹൂദന്റെ അടുക്കൽ വന്നവൻ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നവൻ. അവൻ അവർക്ക് മനസ്സായില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. എന്നിട്ട് കർത്താവ് സങ്കടത്തോടൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അഴച്ച പ്രവാചകന്മാരെയും ഞാൻ അഴച്ച ദൈവദാസന്മാരെ നിങ്ങൾ കൊന്നില്ലേ? നിങ്ങൾ തകർത്തു കളഞ്ഞില്ലേ? നിങ്ങൾ അവരെ എറിഞ്ഞു കളഞ്ഞില്ലേ? എന്നാൽ നിങ്ങൾക്ക് പലവട്ടം മനസ്സില്ലാതിരുന്നപ്പോൾ, നിങ്ങൾ മനസ്സ് കാണിക്കാതിരുന്നപ്പോൾ, ആകാശത്തിനും ഭൂമിക്കും നടുവിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തൊരുത്തൻ എന്നൊരു വിളി വിളിച്ചു. ക്രൂശെ കിടന്ന്, യേശുവേ അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർക്കണമേ. അവിടം തൊട്ട് തിരിഞ്ഞു ജാതിയിലേക്ക് രക്ഷയുടെ ദൂത്. നിങ്ങൾക്ക് മനസ്സിലായോ ദൈവമക്കളെ? എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. ആ ക്രൂശിലെ കള്ളന്റെ ഒറ്റ വിളിയോടെ യഹൂദന്റെ മുഖത്ത് നോക്കിയ തമ്പുരാൻ ആ മുഖം തിരിച്ചിട്ട് അന്നത്തെ കൊടും കുറ്റവാളിയായ ദുഷ്പ്രവർത്തിക്കാരനായ കള്ളനെ നോക്കിയിട്ട് യേശു പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കോ. സ്വന്തക്കാർ കൈവിട്ടപ്പോൾ, സ്വന്തക്കാർ തള്ളിക്കളഞ്ഞപ്പോൾ, സ്വന്തക്കാർ
എടുത്തു പറഞ്ഞപ്പോൾ ഇത് കള്ളനെ സ്വീകരിച്ചിട്ട് പറയുന്നു, ഇനി രക്ഷ യഹൂദനല്ല, ഇനി യഹൂദ ജാതിക്കാണ്. ഓ സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഞാൻ ഇടയ്ക്ക് ഈ തിരുവചനമൊക്കെ വായിക്കുമ്പോൾ ഒരു വചനം എൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കാറുണ്ട്. ആ വാക്യം ഇങ്ങനെയാ, ജാതിയെ കൊണ്ട് ഞാൻ നിനക്ക് എരിവ് വരുത്തും. എന്ത് വരുത്തും? ജാതിയെ കൊണ്ട് എരിവ് വരുത്തും. ദൈവമക്കളെ, ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും ഒരു സത്യം അറിയുന്ന നല്ലതാ. അത് ലൈവിലൂടെ ഒത്തിരി പേര് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അവരും കേൾക്കാൻ പറയുക, ക്രിസ്ത്യാനി യാക്കോബക്കാരനോ മാർത്തോമക്കാരനോ ക്രിസ്ത്യാനി കത്തോലിക്കനോ ആരും ആകട്ടെ, CS ആരും ആകട്ടെ, നമുക്ക് കോളർ വെക്കാനൊന്നും ഇല്ല. എന്താണെന്നറിയോ? നമ്മളെല്ലാം ജാതികളാ. ഒരു അല്ലല്ലിയോ പറയുന്നേ, നമ്മളെല്ലാം ജാതികളാ. മനസ്സിലായില്ലല്ലേ? പറഞ്ഞു തരാം. പണ്ട് സ്തോത്രം ആമേൻ, ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ സുവിശേഷകനായി. ആ മനുഷ്യന് യേശുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങി. അങ്ങനെ താൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ വന്നപ്പോൾ അന്ന് അവിടെ സ്റ്റേജിലിരുന്ന എല്ലാ ദൈവദാസന്മാരും കത്തോലിക്കെന്നും മാർത്തോമെന്നും ഒക്കെ വന്നവരാ. അപ്പൊ ഈ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ഇന്ന് ആമേൻ വളരെ പ്രത്യേകതയുള്ള ദിവസമാ. എന്താ പ്രത്യേകത? ഇന്ന് നമ്മുടെ നടുവിൽ ദൈവവചനം പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത് ജാതിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നൊരു മനുഷ്യനാ. പ്രസംഗിക്കാൻ എഴുന്നേറ്റ ദൈവ മനുഷ്യൻ മൈക്കെടുത്തിട്ട് പറഞ്ഞു, ദൈവനാമം മഹത്വം എടുക്കട്ടെ. ഇത്രയും യഹൂദന്മാരുടെ നടുവിൽ ഒരു ജാതിയായി എനിക്ക് നിപ്പാൻ ദൈവം തന്ന അവസരത്തിന് നന്ദി പറയുന്നു. അപ്പോഴാ ഈ PhD MD ഒക്കെ കഴിഞ്ഞ DTHും BTHും കഴിഞ്ഞ അച്ചായന്മാർക്ക് കത്തിയത്. ഞങ്ങൾ ഈ പുള്ളി മാത്രമല്ല ജാതി, ഇതിനകത്തിരിക്കുന്ന എല്ലാം ജാതിയാ. മനസ്സിലായില്ലല്ലേ? നമ്മൾ യഹൂദന്മാരല്ലെന്നേ, നമ്മൾ വിജാതിയരാന്നേ, നമ്മെ രക്ഷ തേടി വന്നതാന്നേ, ഈ സ്വർഗം കിട്ടിയതാന്നേ, അവകാശം കിട്ടിയതാന്നേ. കരമടിച്ചു ദൈവത്തെ ആരാധിച്ച് ഇങ്ങനൊരു വലിയ ഭാഗ്യപദവി തന്ന ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം. ഞാന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് ഈ അപ്പോസ്തല പ്രവൃത്തി 9ഉം 10ഉം ഒന്ന് വായിക്കണം കേട്ടോ. ഇപ്പൊ വേണ്ട, ഇവിടെ ഒന്ന് വായിക്കല്ലേ, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവിടെ വായിക്കുമ്പോൾ പൗലോസിനെ ദൈവം അപ്പോസ്തലനായി ദൈവം പുറത്തു കൊണ്ടുവന്നു. എന്തിനാണെന്നറിയോ? അപ്പോസ്തലനായ പൗലോസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നത് ജാതികളുടെ അപ്പോസ്തലനായിട്ടാ. ആരുടെ അപ്പോസ്തലനായിട്ട്? ജാതികളുടെ. പക്ഷെ പത്രോസ് അങ്ങനെയല്ല. പത്രോസ് യഹൂദൻ എന്ന് പറഞ്ഞ് പിടിച്ചിരുന്നവനാ. പക്ഷേ അവൻ പ്രാർത്ഥിച്ചപ്പോ തുപ്പട്ടി ഇറക്കി, തുപ്പട്ടിക്കകത്ത് സകല മൃഗങ്ങളെയും കയറ്റി അറുത്ത് തിന്നടാ പത്രോസ്, നിന്റെ പാരമ്പര്യം പൊളിയട്ടടാ. അവൻ ഇനി എനിക്ക് യഹൂദനം മാത്രമല്ല രക്ഷ സർവ്വലോകത്തിലും പരക്കട്ടെ. നീ നിന്റെ പാരമ്പര്യം മാറ്റിവെക്ക്, നിന്റെ ചിന്തകൾ മാറ്റിവെക്കെന്ന് പറഞ്ഞ് സ്വർഗം നേരിട്ട് തുപ്പട്ടി ഇറക്കി കൊടുത്ത് പത്രോസിന്റെ മണ്ഡലം പൊട്ടിച്ചു. സ്വതന്ത്രം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എന്താണെന്നറിയില്ല, ഇന്ന് രാത്രി ഇങ്ങനെയൊക്കെ ഇടപെടുന്നേ. പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ തുപ്പട്ടി അങ്ങ് ഇറങ്ങി വന്നു. ദർശനത്തിൽ കാണുക, വിവശത വന്നപ്പോ താൻ നോക്കിയപ്പോ ഈ തുപ്പട്ടിക്കകത്ത് ഭൂമിയിലെ സകല മൃഗങ്ങളും ഉണ്ട്. നാൽക്കാലി, ജാതി, എല്ലാ ടൈപ്പും ഉണ്ട്. ഉടനെ എൻ്റെ ഭാഷയാണ് കേട്ടോ, പരിശുദ്ധാത്മാവ് ഒരു കത്തി കൊടുത്തിട്ട് പറഞ്ഞു, പ്ലീസ് കഴിക്കാൻ പറഞ്ഞു. ഉടനെ പത്രോസ് അറച്ചങ്ങ് മാറി ചോദിച്ചു, ഞാൻ തൊടത്തില്ല. എന്നാ ജോസെ നീ തൊടാത്തെ? അയ്യോ ഞാൻ തൊടാത്തതേ, ഞാൻ യഹൂദനാ. ഉടനെ കർത്താവ് പറയുക, ഞാൻ നിർമ്മലമെന്ന് കരുതിയതിനെ നീ അശുദ്ധമെന്ന് പറയരുത്. എനിക്ക് ആ വാക്യം പഠിച്ചപ്പോഴുണ്ടല്ലോ ആദ്യം മനസ്സിലായില്ല കേട്ടോ, മനസ്സിലായില്ല. ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധൻ എന്ന് പറയരുത്. ഈ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുമ്പോ പുറത്ത് ഡോർ തുറന്നപ്പോ കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിരിക്കുന്നു. സാറേ, ഉപദേശി, ദേ കൊർന്നല്യോസ് ഉണ്ടല്ലോ, ശതാധിപൻ. ആരാവൻ? യഹൂദനല്ല, ജാതിയൻ.
അവനൊരു സ്വപ്നം കണ്ടു. അല്ല, അവൻ ലൈവായിട്ടൊരു ദർശനം കണ്ടു. ഒരു ദൂതൻ വന്ന് അവന്റെ വീട്ടിൽ നിന്നിട്ട് പറഞ്ഞു, യോപ്പ പട്ടണത്തിലെ കാലഴക്ക് പത്രോസിനെ വിളിച്ചു വരുത്ത്. ഒരക്ഷരം മിണ്ടാതെ ചെരുപ്പും എടുത്ത് ബാഗും തൂക്കിയിട്ട് പത്രോസിന്റെ പോക്കം നോക്കിക്കേ. ഞാനതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. പത്രോസ് ഇപ്പോൾ പോണ പോക്കേണ്ട തോളസഞ്ചിയൊക്കെ നോക്കിയിട്ട് യഹൂദൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കൂ, യഹൂദൻ്റെ വീട്ടിൽ നിന്ന് ഈ പുള്ളി ആഹാരം കഴിക്കൂ, യഹൂദൻ്റെ വീട്ടിൽ നിന്ന് സ്തോത്രം ഒരു റൂമാല് പോലും തന്ന മേടിക്കാൻ അല്ലാതെ മേടിക്കത്തില്ല. അത്ര പക്ക ഓർത്തഡോക്സ് ചിന്തയുള്ള മനുഷ്യനാ ആര്? പത്രോസ്. ഇപ്പൊ നേരെ പോകുന്ന എവിടേക്കാ? കൊർന്നല്യോസിന്റെ വീട്ടിലോട്ട്. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. അവിടെ ചെന്ന് കയറിയപ്പോ കൊർന്നല്യോസ് നിൽക്കുന്ന നിപ്പ് കണ്ടോ? ഇങ്ങ് കാല് കെട്ടി വീഴാൻ നിൽക്കുക. പത്രോസ് ചോദിച്ചു, എന്താ എന്നെ വിളിപ്പിച്ചത്? അതെ, ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കാൻ കയറുമ്പോ ദൈവത്തിന്റെ മാലാഖ എന്റെ വീട്ടിൽ വന്നു. അയ്യോ, ആര് വന്നെന്ന്? അപ്പൊ ആ സമയം വരെ പത്രോസ് വിചാരിച്ചിരുന്നത് മാലാഖ യഹൂദന്റെ വീട്ടിൽ മാത്രമേ വരത്തുള്ളൂ. പത്രോസ് ആദ്യമായിട്ട് കേൾക്കുക മാലാഖ വിജാതിയന്റെ വീട്ടിൽ ഇറങ്ങിയെന്ന്. എടാ പത്രോസേ, യഹൂദം തട്ടി ഞങ്ങൾക്ക് കിട്ടി. ഓ, ഒരു ഹല്ലേലൂയ എന്ന് പറയുന്നേ. യഹൂദം തട്ടിയപ്പോ നമുക്ക് ഈ രക്ഷ കിട്ടിയില്ലേ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ, ക്രൂശിതനായ ക്രിസ്തുവിനെ ദൈവവും അവകാശിയുമായി കർത്താവും രക്ഷിതാവും ഇങ്ങനൊരു ഭാഗ്യപദവി ദൈവം നമുക്ക് തന്നില്ലേ? കരമുയർത്തു ദൈവത്തെ സ്തുതിച്ച്. ആമേൻ. കർത്താവിന് നല്ലൊരു സ്തോത്രം പറ. നമ്മളൊക്കെ ഈ വല്ലപ്പോഴും ഒക്കെ ഈ സ്തോത്രം ഒന്ന് ചരിത്രമൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരുന്നു. ഈ ചിലർക്ക് പച്ചക്കറി മാത്രമായി എന്താ ഇഷ്ടമാണ്. ഈ ചിലർക്ക് വെണ്ടക്ക വഴറ്റിയത് മാത്രം മതി. എന്താ ഇതാ ഇഷ്ടമെന്നറിയാമോ? അവരുടെ പൂർവ്വകാരണന്മാർ ആരാണ്ടൊക്കെ ബ്രാഹ്മണന്മാരായിരുന്നു. സ്വോത്രം. പിന്നെ ഉള്ള മീനും ജമ്മിനും ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെയൊക്കെ പാരമ്പര്യം വേറെ ആരാണ്ടൊക്കെ ആയിരുന്നു. അവരല്ലെന്ന് പറഞ്ഞു. ഒന്നിങ്ങനെ പുറകോട്ട് പോയാൽ, ഒന്ന് പുറകോട്ട് പോകാൻ അടിയിൽക്കൂടി ഒന്നിങ്ങനെ നുളഞ്ഞു പോയാൽ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ നമ്മുടെ അപ്പൻ്റെ പേര് കേശവനെന്നായിരിക്കും. വലിയ അഭിമാനമൊന്നും കൂറണ്ട. വല്ല ഗോവിന്ദനെന്നോ പരമശിവനെന്നോ ഇപ്പോഴെങ്കിലും ഒരു അഭിമാനം തോന്നുന്നില്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ വലിയ കാര്യമൊന്നും പറഞ്ഞു. ഞാൻ ആരാന്നറിയോ? 5 അച്ഛന്മാരുള്ള വീട്ടിലാ. അല്ലെന്ന് ഇത് എന്നാ വന്നേ? ഞാൻ ഇന്നോട് ഇത് എന്നാ സംഭവിച്ചേ? 2000 പരം വർഷമേ ആയുള്ളൂ കർത്താവ് ക്രൂശിതനായിട്ട്. അതിനുശേഷം കിട്ടിയ രക്ഷയാ ദൈവമക്കളെ. ഓ ഹല്ലേലൂയ. റോമാലേഖനത്തിലൊരു വാക്യമുണ്ട്, യഹൂദന്റെ വംശം അത് ചേർക്കപ്പെടും വരെ അല്ലേ? അതിലോട്ടൊക്കെ പോയാൽ തീരില്ല. യഹൂദന്റെ വംശം ദൈവം ചേർത്തുകൊണ്ടിരിക്കുന്നു. അത് പോട്ടെ. പക്ഷെ ഒന്നുമില്ലാത്ത ജാതികളായ നമുക്ക് കണ്ടോ? ആ വാക്യം വായിച്ച അവൻ എവിടേക്ക് വന്നു? സ്വന്തത്തിലേക്ക് വന്നു. എവിടേക്കാ വന്നേ? എല്ലാരും പറഞ്ഞേ, സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. എൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നപ്പോഴേ, എൻ്റെ വീട്ടിൽ എന്നെ ഗേറ്റ് അടച്ചു, അപ്പച്ചൻ പിണ്ടം വെച്ചു. അപ്പൊ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞു, മോനെ ഇങ്ങോട്ട് കയറിപ്പോരെന്ന് പറഞ്ഞു. ഒരല്ലേലും ഇത് പറഞ്ഞ് അങ്ങനെ കയറ്റിയവരാ നമ്മളെല്ലാം. ഹല്ലേലൂയ. ഇനിയെങ്കിലും സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? സന്തോഷത്തോടെ നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അപ്പൊ സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 12ാം വാക്യം, അവനെ കൈക്കൊണ്ട്. ഒന്ന് ശ്രദ്ധി, എല്ലാരും പറഞ്ഞേ, അവനെ കൈക്കൊണ്ട്. അവന്റെ നാമത്തിൽ യവനനെന്നില്ല, യഹൂദനെന്നില്ല, പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, കുബേരനെന്നില്ല, കുചേലനെന്നില്ല, യഹൂദനെന്നില്ല, അവൻ യവനായനെന്നില്ല, സകല മനുഷ്യരിലും അവനെ കൈക്കൊണ്ടു, അവനെ സ്വീകരിച്ചു, അവനൊരു അധികാരം കൊടുത്തു. മക്കളായി തീരാൻ പുത്രത്വം കിട്ടി, അവകാശം കിട്ടി, സ്വർഗം കിട്ടി. ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. ഇതൊരു ഭാഗ്യ പദവിയല്ല. സ്വതന്ത്രം.
അതുകൊണ്ടാണ് നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പാട്ട് പാടാറുണ്ട് കോമൺ ആയിട്ട്. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ്. അത്യുന്നതൻ തന്തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത ആയത്ര എന്തൊരു ഭാഗ്യകരമായ പദവിയാ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നത്. അപ്പൊ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച നമുക്ക് ഒരു പേര് കിട്ടി. ആരാണ്? ദൈവമക്കളാ, അല്ലേ? ദൈവമക്കളാ. ഇതേ അർത്ഥം തന്നെയാണ് ലേഖനത്തിൽ യോഹന്നാൻ കോട്ട് ചെയ്തത്. ആകയാൽ കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. പക്ഷേ പൗലോസ് ഈ ജാതികളുടെ അപ്പോസ്തലനായപ്പോ കുറച്ചുകൂടി ഒരു ബന്ധം വന്നു. അതാ 5:1. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ, പ്രിയമക്കൾ എന്ന പോലെ. അമ്മക്ക് പച്ചവെള്ളം കൊടുക്കാത്ത, അമ്മയ്ക്ക് ഒരു നേരത്തെ ഒരു പാരസിറ്റമോളും മേടിച്ചു കൊടുക്കാത്ത മകന് ലെറ്റർ എഴുതുമ്പോൾ എഴുതുവോ എൻ്റെ പ്രിയപ്പെട്ട മകനെ എന്ന് എഴുതുവോ? പാരസിറ്റമോൾ പോയിട്ട് ഒരു കട്ടൻ ചായക്ക് പോലും സഹതാപം കാണിക്കാത്ത ഒരു മകനെ വിളിക്കുവോ പ്രിയമകനെന്ന്? നല്ല അറ്റാച്ച്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് മക്കൾക്ക് ലെറ്റർ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? എൻ്റെ പ്രിയപ്പെട്ട, അല്ലേ, എൻ്റെ പ്രിയപ്പെട്ട മകൻ അറിയുന്നതിന്, എൻ്റെ പ്രിയ മോൾ അറിയുന്നതിന്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, കുറച്ച് കഴിഞ്ഞപ്പോൾ അടിച്ചങ്ങ് പിരിഞ്ഞു. അപ്പോൾ ഒരു കത്തെഴുതാൻ തോന്നി. എന്താ കത്തെഴുതാൻ കാര്യം എന്നറിയോ? അവളുടെ വീട് തൊട്ടടുത്താ, ലോണിൻ്റെ പേപ്പർ വന്ന് വാതിക്കെ കിടപ്പുണ്ട്, ഇതൊന്ന് അറിയിക്കാനാ. അപ്പം എന്തെന്ന് എഴുതും? ആകയാൽ എൻ്റെ പ്രിയ മകളെ നോട്ടീസ് വന്നിട്ടുണ്ടടി എന്ന് പറയുമോ? ആ ഭാഗം നമ്മളങ്ങ് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഒറ്റ വാക്കിൽ എഴുതും, ഡേ ലോൺ എടുത്തിട്ട് പലയിടത്തും പോയി കിടന്നാൽ പോരാ, ഇത് വല്ലതും അടക്കണം, കാർഡ് വന്ന് കിടപ്പുണ്ട്, ഇത്രേ എഴുതുന്നത്, അല്ലേ? അതുകൊണ്ട് അങ്ങ് ഒതുക്കി. പക്ഷേ ജാതികളുമായുള്ള കർത്താവിൻ്റെ ബന്ധം പൗലോസിന് പഠിച്ചപ്പോൾ പൗലോസിന് മനസ്സിലായി, വെറും മക്കളല്ല, നമ്മള് പ്രിയ മക്കളാ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ വെറും മക്കളല്ല, പിന്നെ ആരാണ്? പ്രിയമക്കളാണ്. നിങ്ങളുടെ ഇടവും വലവും ചുറ്റുമൊക്കെ മക്കൾ കണ്ടേക്കാം, പക്ഷെ അവർ പ്രിയമക്കളല്ല. അവരും മക്കളാണ് കേട്ടോ, അവരും ദൈവത്തിന്റെ സന്താനമാണ് കേട്ടോ, അവരും ദൈവത്തിന് മക്കളാണ് കേട്ടോ, പക്ഷെ പ്രിയമക്കളല്ല. ആമേൻ. അവരാരല്ല? പ്രിയമക്കളല്ല. അപ്പൊ പൗലോസ് 15 കൂട്ടം കാര്യം 10 മിനിറ്റിൽ തീർക്കണം. സ്വതന്ത്രം. അപ്പൊ ഈ പ്രിയ മക്കളോട് പറയുക. ആരോടാ പറയുന്നേ? ഇനി അടുത്തിരിക്കുന്ന 2 പേരോട് പറ. ആരോടാ പറയുന്നേ? ശരിക്ക് പറഞ്ഞു. ഞാൻ എന്തിനാ ഈ പറയിപ്പിക്കുന്ന അറിയാമോ? ഈ വചനം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ ആകയാൽ പ്രിയ മക്കളോട് പറയുന്നു. വായിച്ചോ 5-ാമത്തെ വാക്യം. ദുർനടപ്പുകാർ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ മക്കൾ. ഇതാ മക്കൾ ആരാ? ദുർനടപ്പുകാരൻ ആരാ? ഈ പെന്തക്കോസ്തുകാർക്ക് ഒരു തെറ്റു പറ്റാറുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണോ അല്ലാതെ എന്നറിയില്ല. നമ്മൾ ഈ മറ്റുള്ളവരെല്ലാം വിളിക്കും, ഇവന്മാരെല്ലാം പിശാചിൻ്റെ മക്കളാന്ന് പറയും. നമ്മൾ മാത്രമാണ് ആര്? അങ്ങനെ ഒരിക്കലും പറയരുത്. അവരും ആരാ? ആരുടെ? ദൈവത്തിന്.
ആമേൻ. അല്ലേ? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോ നീ എന്നെ അറിഞ്ഞു. അപ്പോ എല്ലാ ഉദരത്തിൽ ജനിക്കുന്ന മക്കളും, ആമേൻ, 127 വായിക്കണ്ട, മക്കൾ യഹോവ നൽകുന്ന ഉദരഫലം, ദൈവം തരുന്ന പ്രതിഫലമാ. ജനിക്കുന്ന കുഞ്ഞുമക്കളെല്ലാം ദൈവത്തിൻ്റെയാ. ആമേൻ. പക്ഷേ അവർ മക്കളായി മുന്നോട്ട് പോകും. സ്വർഗം എന്ന് പറയുന്ന, നിത്യത എന്ന് പറയുന്ന ഒരവകാശം കിട്ടുന്നത് പ്രിയ മക്കളാകുമ്പോഴാണ്. മനസ്സിലായോ? അത് ഞാൻ തെളിയിച്ചു തരാം. കൽപ്പനയിലോട്ട് വരുമ്പോൾ മക്കളാരായി? നമ്മളും മക്കളായിരുന്നു. ക്രിസ്മസിന് 2 അടിക്കുമായിരുന്നു, ദുഃഖവെള്ളിയാഴ്ച 2 പൊട്ടിക്കുമായിരുന്നു. മക്കളായിരുന്നു. നമ്മൾ പറയാം, ഞങ്ങൾ മക്കളാടാ. പക്ഷേ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോ സ്വർഗം തുറന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ഇവൻ 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 എൻ്റെ പ്രിയപുത്രൻ. കൽപ്പനയിലേക്ക് വന്നപ്പോൾ മക്കളാരായി? അപ്പൊ നിങ്ങൾ ആരാ? നമ്മുടെ ഇടവും ബലമുള്ളവരൊക്കെ ആരാ? ഇനി ആരെയും കണ്ടിട്ട് ശാസിക്കൊന്നും ചെയ്യരുത്. പിശാച്, നിങ്ങളെല്ലാം ജാതികളാ. പിശാചിന്റെ ദൈവത്തെ ഓർത്ത് അവരും മക്കളാ. അവരും ആരാ? അവരും മക്കളാ. പക്ഷെ അവരാരല്ല? പ്രിയമക്കളാകുന്ന ആരാ? എപ്പോഴാ? കൽപ്പന അനുസരിക്കുമ്പോഴാണ്. അതിന് യേശു പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തനോട് പറഞ്ഞു, മനെ വയലോട്ട് പോക. വയലോട്ട് അപ്പാ പോവാ. എന്നിട്ട് അവൻ എന്ത് ചെയ്തില്ല? പോയില്ല. രണ്ടാമത്തോട് പറഞ്ഞു, മോനെ നീ വയലോട്ട് വേഗത്തിൽ പോ. അവൻ പറഞ്ഞു, അപ്പ ഇപ്പൊ എനിക്ക് സമയമില്ല. അപ്പനങ്ങ് പോയപ്പോ ഇവൻ തന്നെ പറഞ്ഞു, ഓ കഷ്ടമായി പോയി. അങ്ങനെ പറയണ്ടായിരുന്നു. ഒന്നുമില്ല, അപ്പനല്ലേ, പോയേക്കാം എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനോട് പോയി, വയലോട്ട് പോയി. കർത്താവ് ചോദിച്ചു, ഇതിൽ ആരാ അനുസരണമുള്ള മകൻ? ചില മക്കൾ അങ്ങനെയാ. എന്ത് പറഞ്ഞാൽ വിളിച്ചാൽ എന്തോന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, വരത്തില്ല. വിളിച്ചാ വിളിച്ച്. നിങ്ങളെല്ലാം ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇതുപോലൊരായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും. ഹലോ, എന്തോ മമ്മി വിളിച്ചാ? വിളിച്ച്. എന്തോ എന്നാ ചിലതുണ്ട്, ഇപ്പൊ പറ്റിയൊന്നുമില്ല, വേറെ പണി നോക്കെന്ന് പറഞ്ഞാൽ അവൻ പോവും. ഒരല്ലെന്ന് പറഞ്ഞേ. ഒടുവിൽ വരുമ്പോ ആരാ പ്രിയമകനാകുന്നേ? എന്തോന്ന് വിളി കേട്ടവനാണോ? പറ. ഉപദേശിമാരെ ചീത്ത പറഞ്ഞവരാ നമ്മള്. പെന്തക്കോസുകാരെ കല്ലെടുത്ത് എറിഞ്ഞവരാ നമ്മള്, അല്ലേ? പെന്തക്കോസുകാരെ എന്തൊക്കെയാ പറഞ്ഞ എന്റെ പൊട്ടി കർത്താവേ. പാർശ്വന്മാരെ ഞാൻ പറഞ്ഞ അത്രയും ചീത്ത. കണ്ണടച്ച് ഫോട്ടോ എടുപ്പിച്ചിട്ട് അമേരിക്ക വിട്ട് കാശുണ്ടാക്കി കോട്ടവേറും പിരിപ്പിച്ച് നടക്കുകയാണ് ഇവന്മാർ. എന്തൊക്കെയോ പറഞ്ഞ്. അതല്ല രസം, അതല്ല ഇപ്പൊ നമ്മളെ കുറിച്ചാ പറയുന്നത്. ഇതൊക്കെ നമ്മ പറഞ്ഞു പിടിപ്പിച്ചു. എന്നിട്ടും നമ്മളിവിടെ വന്നു. ഒരു നല്ല ഭാഗ്യപദവി, അല്ലേ? ആമേൻ. കല്യാണത്തിനല്ല പാടേണ്ടത്, ഇപ്പോഴാ പാടേണ്ടത്. ഏത്? ഭാഗ്യനാ ഭാഗ്യനാ മോചിച്ചതാ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് എന്താണെന്നറിയോ? ഭാഗ്യനാ ഭാഗ്യനാ ദൈവം സംയോജിപ്പിച്ച. അത് കട്ടെടുത്തതായിരുന്നു. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം പാപം ക്ഷമിച്ച നാൾ. പാപം അല്ലേ പോക്കിയ നാൾ. അതാണ് പാട്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം എത്ര വലുതാ ദൈവമക്കളെ. നമ്മൾ ആരാണ്? പ്രിയമക്കൾ. സന്തോഷമുണ്ടോ? വന്നതിനേക്കാൾ ഒരിച്ചുകൂടി തല ഉയർത്താൻ തോന്നുന്നില്ലേ? ഒരു അല്ലേലി എന്ന് പറഞ്ഞ് ഒരു കുറച്ചുകൂടി ഒരു എന്താ പറയുന്നേ, ഒരു പ്രിവിലേജ് തോന്നുന്നില്ലേ? ഞാൻ ആരാണ്? ദൈവത്തിന്റെ. അപ്പോ പ്രിയമകനാണെങ്കിൽ ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വിട്ടേ, അവർക്കൊന്നും
ദൈവരാജ്യം കണി കാണാൻ പോലും പറ്റത്തില്ല. അത് നമ്മുടെ വിഷയമല്ല, വിട്ടേര്. നമുക്കതല്ല, താഴ്ത്തോട്ട് വരണം. വ്യർത്ഥവാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അനുസരണം കെട്ട മേൽ വരും. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. അപ്പൊ ഇപ്പൊ മനസ്സിലായോ? ആരുടെ കൂട്ടാളി ആകരുത്? ദുർനടപ്പുകാരുടെ, അശുദ്ധന്റെ, വിഗ്രഹാരാധിയുടെ, വമ്പ് പറയുന്നവരുടെ, ദൂഷണം പറയുന്നവരുടെ കൂട്ടാളികൾ നിങ്ങൾ ആകരുത്. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ആമേൻ. ഈ ചർച്ചിനകത്ത് നിങ്ങൾ വരുന്നത് കൈകൊട്ടാനും ആരാധിക്കാനും, ആമേൻ, സ്തോത്രക്കാഴ്ച ഇട്ടിട്ട് പോകാനല്ല ഇവിടെ വരുന്നേ. നിങ്ങളൊരു നല്ല മനുഷ്യനായി കൂടി ജീവിക്കാനാണ്. Praise the Lord. മനസ്സിലായോ? ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്നും അഭിഷേകത്തോടെ അഭിഷേകം പ്രസംഗിച്ച് നിങ്ങളുടെ തലേ കൈവച്ച് നിങ്ങളെ ചാടിച്ച് അഭിഷേകത്തിൽ നിങ്ങളെ തുള്ളിക്കാം. പക്ഷേ അത് വേറെ ലെവലാ. നിങ്ങളൊരു നല്ല മനുഷ്യനായി ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ തിരുവചനം നിങ്ങൾ പഠിച്ചേ പറ്റൂ. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. ലോക മനുഷ്യന്റെ കൂട്ടാളികൾ നിങ്ങൾ ആകരുത്. 8-ലും 9-ലും. അപ്പോ നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകാതിരിക്കണമെങ്കിൽ എന്താണ്? എന്ത് ചെയ്യണം? 8-ഉം 9-ഉം വാക്യം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. മുമ്പേ നമ്മൾ ആരായിരുന്നു? ഇരുളായിരുന്നു. സംഭവം നമ്മൾ കുട്ടിക്കൂറ പവർ ആണ് ഇട്ടുകൊണ്ടിരുന്നതെങ്കിലും നമ്മൾ ആരായിരുന്നു? ഇരുളായിരുന്നു. ഓ, സ്തോത്രം. ഞാൻ എപ്പോഴും ഓർക്കും, ഈ കല്യാണ പന്തലിൽ പെണ്ണും ചെറുക്കനും ഇരിക്കുന്ന അവിടെ ഒരു 10-15 mH ലൈറ്റാണ് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത്? അടിക്കുന്നത്. ഈ ലൈറ്റെല്ലാം കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് കല്യാണം നടത്താനൊക്കത്തില്ല, ചൂട് കൊണ്ട് പൊള്ളിച്ചാകും. അപ്പം ഞാൻ ഓർക്കുന്നത്, എന്തിനാ ഇത്ര ലൈറ്റ് കൊണ്ടുവന്ന് വെക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? അല്ലേ? ഒന്ന് നോക്കിക്കേ, അവിടെ വായിക്കുന്നൊരു വാക്യമുണ്ട്. നിങ്ങൾ ആരാണ്? ഇരുളായിരുന്നു. നിങ്ങൾ ഇരുളായിരുന്നു. ഇരുളാണെന്ന് വെച്ചാൽ മുൻപ്, പ്രിയമക്കളാകുന്നതിന് മുൻപ് നമ്മൾ ആരായിരുന്നു? ഇരുളായിരുന്നു. പക്ഷെ ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകും. ഇപ്പോ നിങ്ങൾ എവിടെ വെളിച്ചം? കർത്താവിൽ വെളിച്ചം. റോബിൻസൺ ഭാഷേ, ആ വാക്യം ഇച്ചിരി കടിപ്പിച്ച് വായിക്കണം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് വെളിച്ചമായത്? കർത്താവിലാണ് നിങ്ങൾ വെളിച്ചമായത്. കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് നിങ്ങളുടെ ഇരുട്ട് മാറിയത്. കർത്താവിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ വെളിച്ചമായത്. ഇരുളായി പോകേണ്ടിടത്ത് അന്ധകാരത്തിൽ കിടന്ന് നിങ്ങൾക്ക് അന്ധകാരം നിപുണമായ ജീവിതത്തിൽ അലഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ദൈവം തന്നൊരു ഭാഗ്യപദവിയല്ലേ ക്രിസ്തു എന്ന വെളിച്ചത്തിലേക്ക്. അപ്പോ ഇപ്പോഴോ നിങ്ങൾ എന്താകുന്നു? കർത്താവിൽ വെളിച്ചമാകുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. എന്നിട്ട് 9-ാം വാക്യം എന്ന് വായിച്ചേ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചു. 1, നിങ്ങൾ അവിടെ കൂട്ടാളികളാകരുത്. എഴുതിക്കോ. 2, നിങ്ങൾ വെളിച്ചത്തിലുള്ളവരായി എന്ത് ചെയ്യണം? നടക്കണം. എങ്ങനെ നടക്കണം മക്കളെ? വെളിച്ചത്തിലുള്ളവരായി. എവിടെ പോയാലും എന്ത് ചെയ്യണം? വെളിച്ചത്തിൽ നടക്കണം. ഒരു സ്തോത്രം പറഞ്ഞു. നമ്മൾ പോകുന്നിടത്ത് എന്തുണ്ടാകാൻ പാടില്ല? ഇരുട്ടുണ്ടാകാൻ പാടില്ല. ദൈവമക്കൾ നിൽക്കുന്നിടത്ത് എന്ത് പാടില്ല? ഇരുട്ട് പാടില്ല. പണ്ട് കല്യാണ വീട്ടിലൊക്കെ, ഇപ്പോഴല്ലേ ജനറേറ്ററൊക്കെ വന്നേ, പണ്ട് എന്തില്ല? പെട്രോൾ മാക്സ് ആണ് അല്ലേ? ഓർക്കുന്നുണ്ടോ? പെട്രോൾ മാക്സ് ചാമ്പി. അപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ ഒരു അപ്പച്ചനൊരു പെട്രോൾ മാക്സ് അടിച്ച് കത്തിച്ചു കൊടുത്തിട്ട് ഒരുത്തൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എടാ ഇരുട്ടുള്ളിടത്ത് കൊണ്ടുപോയി. കേൾക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടോ? പെട്രോൾ മാക്സ് അടിച്ച് കത്തിച്ചിട്ട് ഒരുത്തൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇരുട്ടുള്ളിടത്ത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. ഇവന് ആ കല്യാണപ്പന്തലും മുറ്റം നടക്കുക. അവസാനം വന്നിട്ട് അപ്പനോട് പറയാ, നിങ്ങൾക്ക് ഭ്രാന്താ മനുഷ്യ. എന്താ പറ്റി? അവിടെ ഒന്നും ഇരുട്ടില്ല. ഇതെവിടെ വെക്കാൻ? അവിടെ ഒന്നും. കാരണം ഇതാ എവിടെയാ ഇരിക്കുന്നേ? ഇവന്റെ തലയിലായിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഈ ചില പെന്തക്കോസുകാരെ കൊണ്ട് മാട്ടിത്തിരിക്കുക. തുപ്പിയും ശാസിച്ചും വീട് കുളമാക്കി കളയും. എന്ത് ശാസന! ഒരു പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാൻ എൻ്റെ ടീപ്പോയി ഉണ്ടല്ലോ, മറ്റേ ഗ്ലാസ് കൊടുക്കണ സ്പയം 3 പ്രാവശ്യം അടിച്ചിട്ടാണ് ക്ലീനായത്.
വന്നപ്പോൾ തൊട്ട് ശാസന എന്ത് കണ്ടിട്ടായി ശാസിക്കണമെന്നറിയില്ല. മൊത്തം പോരാട്ടമാണ്. പുള്ളി കണ്ണടക്കുമ്പോൾ പാമ്പിനെ കാണുന്നു, പഴുതാരിയെ കാണുന്നു, ഇത് കാണുന്നു. പുള്ളി കാണാത്തതൊന്നും. പക്ഷെ എനിക്ക് അത്ഭുതം എന്നാന്നറിയാം, ഇതുവരെ ഈ മനുഷ്യൻ വെളിച്ചം കണ്ടിട്ടില്ല. എന്ത് കണ്ടിട്ടില്ല? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഐറ്റമൊക്കെ ചിലപ്പോൾ ഈ ലൈവിലൊക്കെ ഉണ്ടാകും. ആ ഐറ്റം ഉണ്ടെങ്കിൽ ഇന്ന് നീ മാനസാന്തരപ്പെടണം. സ്തോത്രം. നിന്റെ അകത്തുള്ളത് വെളിച്ചമാണെങ്കിൽ നീ പോകുന്നിടത്ത് എന്തായിരിക്കും? ഒരു വാക്യം കൂടി തരാം. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുട്ടോ അതിനെ പിടിച്ചടക്കത്തില്ല. ഇരുട്ടൊരിക്കലും വെളിച്ചത്തെ പിടിച്ചടക്കത്തില്ല. ദൈവമക്കളെ, ഏത് പ്രതിസന്ധിക്കകത്തും നിങ്ങളെ പിടിച്ചു നിർത്താൻ ഈ വെളിച്ചം മതി. ഈ വെളിച്ചം മതി. ഈ വെളിച്ചം മതി. ഓക്കെ, വായിച്ചു. അപ്പൊ ഒന്ന്, അവിടെ കൂട്ടാളിയാകരുത്. രണ്ട്, വെളിച്ചത്തിലുള്ളവരായി നടക്കണം. മൂന്ന്, കർത്താവിന് ദൈവത്തിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് എന്തെന്ന് പരിശോധിക്കണം. നമ്മൾ എല്ലാവരും യേശുവിനെ കണ്ടുമുട്ടിയ ക്രിസ്ത്യാനികളാണ് എന്ന് ഉറപ്പുള്ളവർ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഒരു ഇച്ചിരി കൂടി റേഞ്ച് കൂടിയാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നുകൂടി ഒരു ഉറക്കി വരല്ലേ. ഈ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് എങ്ങനെ അറിയാം? ഞാൻ അതിനൊരു ആശയം പറഞ്ഞിട്ട് എൻ്റെ മെസ്സേജിലോട്ട് വരാം. ഈ ക്രൂസിൽ 3 പേരാണ് കിടക്കുന്നത്. എത്ര പേര്? 3 പേരാണ് കിടക്കുന്നത്. 2 വശത്തും കള്ളനാണ് കിടക്കുന്നത്. നടുക്ക് കിടക്കുന്ന ആരാ? യേശു. 3 മണിക്കൂറിനും 6 മണിക്കൂറിനും ഇടക്ക് ക്രൂസിൽ കിടക്കുന്നവർ മരിച്ചിരിക്കും. എത്രയാണ്? 3 മണിക്കൂറിനും 6 മണിക്കൂറിനും ഇടക്ക് ക്രൂശിക്കപ്പെട്ടവർ മരിച്ചിരിക്കും. കൃത്യം മരിച്ചിരിക്കും. കാരണം അതുപോലെയാണ് ക്രൂശിക്കുന്നത്. യേശുവിനെയും കള്ളന്മാരെയും ക്രൂശിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ ഉടക്കേണ്ടത്, നോക്കേണ്ടത് യേശുവിനെയാണ്. അവർ വന്നിട്ട് ഈ കള്ളന്മാരുടെ കണങ്കാൽ എന്ത് ചെയ്തു? അടിച്ച് തകർത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്ത് ചെയ്തു? അരിച്ചു. അങ്ങനെ അവസാനമായിട്ട് കൊടുത്ത കുന്തം കൊണ്ട് ആരുടെ നേരെ വന്നു? യേശുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അവൻ കുന്തം കൊണ്ട് വരുമ്പോൾ അവൻ മുമ്പേ അടുത്തിരിക്കുന്നുണ്ട്, കൈവിടത്തോട്ട് പറ, മുമ്പേ. എനിക്കൊരു ദൂത് പറയണം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞേ. മുമ്പേ മരിച്ചിരുന്നു. അപ്പൊ ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? തിരിച്ച് പോന്നപ്പോഴൊരു ചിന്ത, ഇവൻ ക്രിസ്തുവല്ലേ, എന്നാ ഇവൻ മരിച്ചോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒറ്റ കുത്ത്. നമ്മളായിരുന്നെങ്കിൽ കൂടിച്ചേർന്ന് ഇറങ്ങി വന്ന് കുത്തിയേനെ. ഞാൻ ഓർക്കും, ഈ മരിച്ചിട്ടും എന്തിനാ കുത്തിയത്? അത് ഇടക്കിടക്ക് നാട്ടുകാരൊക്കെ നമ്മളെ കുത്തുന്നത് എന്തിനാ? മുമ്പേ. ഇപ്പൊ സൈലന്റ് ആയണ്ടോ? ഇങ്ങനൊരു സൈലന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ അനുഗ്രഹം. മുമ്പേ മരിച്ചോ എന്നറിയാൻ ഇടക്ക് എന്ത് ചെയ്യും? കുത്തും. ആ കുത്ത് അതിനായിരുന്നു. ഇവൻ മരിച്ചവനായോ, യഥാർത്ഥത്തിൽ ഇവൻ മരിച്ചോ എന്നറിയാനാ കുത്തിയത്. സ്തോത്രം. അത് പൂർണ്ണമായിരുന്നു. ഓക്കെ. 3, ദൈവത്തിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിക്കണം. 9-ാം വാക്യം. ഇനി 11-ാമത്തെ വാക്യം, 4-ാമത്തെ കാര്യം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? കൂട്ടാളികളാകരുത്. അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് മക്കളെ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. അവയെ ശാസിക്കത്ര വേണ്ടത്. കൂട്ടു നിൽക്കരുത്. നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ കൂട്ടു നിൽക്കരുത്. ഇന്നത്തെ പേപ്പറിൽ തൊട്ട് അടുത്തൊന്ന് ഒരുത്തന്നെ പിടിച്ചു. ഒരു ചെറുപ്പക്കാരനെ, 21 വയസ്സുകാരനെ. കോളേജിലും സ്കൂളുകളിലും കഞ്ചാവ് MDMA വിറ്റ് നടന്ന ഒരു പയ്യനെ ഇന്ന് പിടിച്ചു. കണ്ടില്ല? പേപ്പറിൽ കണ്ടില്ലേ? 21 വയസ്സുള്ളവൻ കോമ്പാറ മുക്കിന്ന് പിടിച്ചു. അവനാ കോളേജുകളിലും ഇവിടുത്തെ സ്കൂളുകളിലെല്ലാം വിതറിക്കൊണ്ടിരുന്നത്. മക്കളെ, കൂട്ടാളികളാകരുത്. കെയർഫുൾ ആകുക. അവൻ അടുത്തത്, അവയെ എന്ത് ചെയ്യണം? അങ്ങനെ വരുന്നതിനെ
അയ്യോ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിരോധമാകില്ലേ മമ്മി? അങ്ങനെയൊക്കെ മമ്മി പപ്പയും പറയുന്ന പോലെ അവരെയൊക്കെ അകറ്റി നിർത്തിയാൽ അവർക്ക് പ്രശ്നമാവില്ലേ? മക്കളെ, നിങ്ങൾ പ്രിയ മക്കളാണോ? നിങ്ങൾ അവയെ ശാസിക്കണം. അടുത്തത്, അപ്പൊ ഇനി 6-ാമത്തെ കാര്യം, 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ. അപ്പൊ 6-ാമത് പൗലോസ് പറയാണ്, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഉണരണം. പ്രിയ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. നിങ്ങൾ ആരും പോയി തെറ്റിദ്ധരിക്കല്ലേ. സാധാരണ അത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന കാര്യമില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും കൂടി ഉറങ്ങാതെ കുത്തിയിരുന്ന് അവസാനം BP കൂടിയിട്ട് എൻ്റെ അടുത്തോട്ട് വരരുത്. ആ ഉറക്കമല്ല ഈ പറയുന്നത്. പിന്നെ വിശ്വാസ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. ആമേൻ. ഉറക്കം പിന്മാറ്റത്തിന്റെ ലക്ഷണമാണ്. എന്താണ് ഉറക്കം? അതൊരു സബ്ജക്റ്റാണ്. വേദപുസ്തകത്തിൽ ഉറങ്ങിപ്പോയവർ ഒത്തിരി പേരുണ്ട്. ഉറക്കം നിമിത്തം നഷ്ടമായ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതെല്ലാം വിട്ടേര്. ഉറക്കം പിന്മാറ്റമാണ്. ഉറങ്ങരുത്. 7 നിങ്ങൾ എങ്ങനെയായിരിക്കണം? 15-ാം വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ. എങ്ങനെയായിരിക്കണം? സൂക്ഷ്മതയുള്ള ഒരു പ്രിയ മകൻ എങ്ങനെയായിരിക്കണം? എല്ലാരും പറഞ്ഞേ. എന്ന് വെച്ചാൽ എങ്ങനെ? മോനെ, അതെ, ഈ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകാന്ന് ഇവരോട് പറഞ്ഞാലേ ഈ പാമ്പ് ബുദ്ധിയോടെ വന്ന് ഇവരോട് ഫിലോസഫി പറഞ്ഞ് ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഈ പാമ്പ് എങ്ങനെ ബുദ്ധി ഉപയോഗിക്കുമെന്ന് ഇവരിക്കുന്ന ആർക്കും അറിയത്തില്ല. ഏതെങ്കിലും ഒരു പാമ്പോ നിങ്ങൾ ഫിലോസഫി പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് പാമ്പിൻ്റെ ബുദ്ധി നിങ്ങൾക്ക് ഇപ്പം പിടുത്തം കിട്ടത്തില്ല. അത് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. ഒരു തയ്യക്കാരൻ സൂചിക്കുഴയിലൂടെ നൂല് ഓർക്കുന്നത് പോലെ സൂക്ഷ്മത ഇപ്പം പിടുത്തം കിട്ടിക്കാണോ അല്ലേ? ആമേൻ. മനസ്സിലായില്ലേ? എത്ര പ്രാവശ്യം ഈ വായിലിട്ട് വലിക്കുന്നേ? എന്ത് സാധനം? നൂല്. എന്തിനാ? ഈ അറ്റം ഒന്ന് കോർപ്പിക്കാൻ. എന്നിട്ട് ഈ സൂചിക്കുഴയിലൊന്ന് കയറ്റാൻ. എന്നിട്ടും പിടിക്കുന്നില്ല. മോനെ, ആ കണ്ണാടി എടുത്തോണ്ട് വന്നേടാ. കണ്ണാടി വെച്ചിട്ട് പറ്റത്തില്ല. അവസാനം അയൽവക്കത്തിലെ കൊച്ചിനെ വിളിച്ചിട്ട്, എടി മോളെ ഒന്നിങ്ങ് വന്നേ, എന്താ ഇതൊന്ന് ഓടിച്ച്. ആ സൂക്ഷ്മതയുണ്ടോ? അങ്ങനെ ആയിരിക്കണം. ഇനി സൂചി നൂലും കാണുമ്പോൾ ഈ ഓർമ്മ വരും. പാമ്പിനെ കണ്ടാലും ഈ ഓർമ്മ വരില്ല. ആകയാൽ സൂക്ഷ്മത്തോടെ എങ്ങനെ സൂക്ഷ്മതയോടെ നടക്കണം? എങ്ങനെ നടക്കണം? അജ്ഞാനിയായിട്ടല്ല, ജ്ഞാനിയായിട്ട് നടക്കണം. അവരല്ലെന്ന് പറഞ്ഞ് ജ്ഞാനിയായിട്ട് നടക്കണം. ഞാനിവിടെ പറയുന്ന വിക്രം അല്ലേ, ജ്ഞാനം അല്ലെ, ലോകത്തിന്റെ ജ്ഞാനമല്ല ഇവിടെ പറയുന്നേ. പകരം നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ദൈവിക ജ്ഞാനം ഒരു ദൈവ പൈതലിനുണ്ടാകണം. എന്ത് കൊള്ളണം, എന്ത് കൊള്ളരുത്, എന്ത് കൈക്കൊള്ളണം, എന്ത് കൈക്കൊള്ളരുത്, എന്തെടുക്കണം, എന്തെടുക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്. ഇങ്ങനെ ഒരു ജ്ഞാനം ഇന്ന് രാത്രി ദൈവമക്കളുടെ മേൽ ഉണ്ടാവട്ടെ. കരമുയർച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വേഗത്തിൽ അടുത്ത വാക്യം കൂടി വായിച്ചു മോനെ. ഇത് ദുഷ്കാലമാകയാൽ. 16-ാമത്തെ വാക്യം. 9-ാമത്തെ കാര്യം പൗലോസ് പറയുന്നു, ഇതെന്താകയാൽ? ദുഷ്കാലമാകയാൽ. നമ്മൾ വിചാരിക്കുന്ന വലിയ നല്ല കാര്യമൊന്നുമല്ല. ഈ കാലം അത്ര നല്ലതല്ല മക്കളെ. ബൈബിൾ പറയുന്നു ഈ കാലം ശരിയല്ല. ഹൈന്ദവ പുരാണത്തിൽ ഇത് കലിയുഗമാണെങ്കിൽ വേദപുസ്തകം പറയുന്നു ഇത് അന്ത്യകാലമാണ്. ആമേൻ. ഏത് മനുഷ്യനെയും ബൈബിൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുന്നു, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് അടുത്ത വാക്യം വന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചു. സമയം ഒന്നും കളയരുത് കേട്ടോ. സമയം എന്ത് ചെയ്യരുത്? നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിലാ? എന്തോട് സമയം പോകുന്നറിയോ? ഇതിനകത്തോട്ട് കയറി ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ മറ്റത് എപ്പോഴും വാട്സാപ്പ് ഇങ്ങനെ മെസ്സേജ് നോക്കുമായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് 5-6 ദിവസം പിടിച്ച വാട്സാപ്പ് ഇത് നോക്കാൻ നിന്ന് ഒരു ദിവസം ഒരു 10-600 മെസ്സേജ് വരും എനിക്ക്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ മീറ്റിങ്ങിന് പോകാൻ പറ്റുമോ? ഈ മെസ്സേജ് നോക്കി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ ആയുസ് മുഴുവൻ ഇതിനകത്ത് പോകും. ഈ തോണ്ടലേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതം കട്ടപ്പുകയായി പോകും. ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. ഇതല്ല ബൈബിൾ പറയും. നമ്മുടെ സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിച്ചു. എന്തെല്ലാം കാര്യം ഉപയോഗിക്കാം. പാട്ട് കേൾക്കാം, പ്രസംഗം ഉണ്ടാക്കാം. ഞാനിരുന്ന് കിട്ടുന്ന സമയം എന്തെല്ലാം കാര്യം പഠിക്കുമെന്നറിയോ? ഞാൻ ഇത് പഠിക്കും. ഞാൻ ഇത് മാത്രമല്ല, ബൈബിൾ മാത്രമല്ല പഠിക്കുന്നേ.
എനിക്ക് അറിവുണ്ടാകാനും എനിക്ക് പ്രസംഗിക്കാനും പറ്റാവുന്ന എന്തെല്ലാം കാര്യം പഠിക്കാമോ ഇതെല്ലാം കിട്ടുന്ന സമയം ഞാൻ ഇരുന്ന് പഠിക്കും. ഇതെല്ലാം നോട്ട് ബുക്കാക്കി ഞാൻ എഴുതി വെക്കും. എൻ്റെ നല്ല സമയത്ത് പഠിക്കാൻ പറ്റാതെ പോയതെല്ലാം ഇപ്പൊ കിട്ടുന്ന സമയം ഞാൻ കുത്തിയിരുന്ന് പഠിക്കും. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. വളരാൻ താല്പര്യമുണ്ടോ? ഉയരാൻ താല്പര്യമുണ്ടോ? ചെമ്മ കിടന്ന് ഉറങ്ങരുത്, ചുമ്മാ സമയം കളയരുത്. നിങ്ങൾക്ക് മുന്നേറാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവമക്കളെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. തീർന്നില്ല 17ാമത്തെ വാക്യം, സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊള്ളുവിൻ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രഹിച്ചുകൊള്ളുവിൻ. അത് ഗ്രഹിക്കണം. എന്നെ കുറിച്ച് എന്താ ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്താ ദൈവം ആഗ്രഹിക്കുന്നേ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പോകുന്നതിന് മുമ്പ് അവിടെ ഇരുന്ന് പറ, എൻ്റെ യേശോപ്പച്ച എന്താണ് അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഗീതം. ഓക്കെ, വിട്ടേര്. ആമേൻ. അടുത്തത് 18ാമത്തെ വാക്യം, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. വീഞ്ഞു കുടിച്ച് എന്ത് ചെയ്യരുത്? മത്തരാകരുത്. വിട്ടേര്. അത് നമുക്ക് ഇല്ല, ഉണ്ടോന്നറിയില്ല. ഉണ്ടെങ്കിൽ വിട്ടേര്. സങ്കീർത്തനങ്ങളാലും 19ാം വാക്യം, ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ 19ാം വാക്യത്തിൽ വീഞ്ഞു കുടിച്ച് മത്തരാവരുത്, പിന്നെ എന്ത് ചെയ്യണം? ആത്മാവിൽ നിറയണം. പൗലോസ് പറയാണ്, നിങ്ങളെല്ലാം എങ്ങനെയുള്ളവരാകണം? ആത്മാവിൽ നിറഞ്ഞവരാകണം. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം 19ഉം 20ഉം, ആത്മാവിൽ നിറഞ്ഞിട്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും വർധന വരുത്തണം. എന്ത് വരുത്തണം? ആത്മീക വർധന വരുത്തണം. ഞാനേ നിർത്തിയാട്ടോ 2 മിനിറ്റ്. നമ്മുടെ വൈപ്പിൻ നോബിയുടെ വീടിൻ്റെ കയറി താമസത്തിന് ഞാൻ ഭവനം പ്രതിഷ്ഠ നടത്തിയ. അപ്പോൾ തൊട്ടപ്പുറത്ത് പൊന്നം താമസിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് എഡിസൺ പാസ്റ്റർ വീട് വെക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എപ്പോഴാണെന്നറിയോ? ദൈവമക്കൾ ഒരുമിച്ച് താമസിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ. ജന്മമുണ്ടെങ്കിൽ ദൈവമക്കൾ അടുത്തടുത്ത് താമസിക്കരുത്. വല്ല ഉഗാണ്ടയിലും പോയി താമസിക്കണം. എൻ്റെ അടുത്തോട്ട് ഇവിടുന്ന് ആരെങ്കിലും വന്നാൽ ഞാൻ ആ വീട് വിട്ടു പോകും. അത് ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ആ പരിസരത്ത് ഒരുത്തൻ വന്നാൽ ഞാൻ ആ വീടും വിട്ടു പോകും. നിങ്ങളുടെ ചരിത്രം പറഞ്ഞുതരാം. ഒരു 3 ദൈവമക്കൾ അടുത്ത് താമസിച്ച കുടുംബം ഉണ്ടെങ്കിൽ ഇതിങ്ങ തമ്മിലടിച്ച് ചാകും. ഉള്ള പരദൂഷണവും കൂറ്റം പറച്ചിലും യേശുവിൻ്റെ കൂട്ടിയ പിശാച. ഇതിനൊക്കെ നിസാര പിശാചല്ല, കൂട്ടിയ പിശാച. അവരിങ്ങോട്ട് പോകുന്നത് ശരിയല്ല, അവരങ്ങോട്ട് പോകുന്നത് ശരിയല്ല. നീ എന്തിനാ നോക്കുന്നേ? നിന്നെ വിളിച്ചെന്തിനാ? ദൈവത്തെ സേവിക്കാനാ. ഞാൻ ചില വാടകയ്ക്ക് വീട് കൊടുക്കുന്നവരുണ്ട്. വാടകയ്ക്ക് വീട് കൊടുക്കുന്നവർ എന്നോട് ചോദിക്കും, പക്ഷേ ഒരു ദൈവ പൈതൽ വരാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കരുത്. ഒരു പെന്തക്കോസ്താന് വീട് വാടക കൊടുത്തേക്കരുത്. കൊടുത്ത നാളെ നീ കേസാവും, ഉറപ്പായിട്ടും കേസ് കൊടുക്കരുത്. പല മുസ്ലിമിനോ ഹിന്ദുവിനോ കത്തോലിക്കിനോ മാർത്തോമൊക്കെ കൂട്. അവൻ വന്നിരുന്ന് പാടി ആരാ എന്തും ചെയ്യും, സന്തോഷം ഉണ്ടാവും. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് പറയും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. എന്നിട്ട് സന്തോഷമായിരിക്കും എന്നറിയോ? നമ്മുടെ വിഷയം എന്നാ? ആത്മീക ഗീതങ്ങളാൽ ആത്മീക വർധന വരുത്തണം. അപ്പൊ തമ്മിൽ എന്ത് വരുത്തണം? ആത്മീക വർധന വരുത്തണം. അടുത്തിരിക്കുന്ന ആട് മുഖത്ത് കൈ കൊടുക്കണ്ട. ഇപ്പൊ കൈ കൊടുക്കണ്ട, കൈ കൊടുത്ത ശരിയാകും. മുഖത്ത് നോക്കി പറ, ആത്മീക വർധന വരുത്തണം. തൊട്ടപ്പുറത്തുനിന്ന് സന്ധ്യയ്ക്ക് പകല് പൊരിഞ്ഞടിയായിരുന്നു. എന്നിട്ട് അപ്പുറത്തിരുന്ന് പാടിയൻ, ഏതിരിയ ദൂരത്തീടും രക്തം ചെയ്യും. അപ്പൊ അപ്പുറത്തെ വീട്ടുകാർ പാടുക, ഉന്നം വെച്ച വൈരിയിൽ. ഇത് രണ്ടുപേരുടെയും പെന്തക്കോസ്തൽ അടി കേട്ടിട്ട് കത്തോലിക്കൻ പാടി ആരാധിക്കുന്നു. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറക്കണമേ. വല്ല ഗതികേടും ഉണ്ടോ? ഞാൻ ഇതിങ്ങനെ ഇന്നലെ ഒരു ആൻറ്റി എന്നെ വിളിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പച്ചക്ക് പറയുന്നത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ, പിള്ളേർ വല്ല ബോംബും വെക്കുമെന്ന്.
എന്നോട് സ്നേഹം കൊണ്ടായിട്ട് പറയുക. പക്ഷെ ഇങ്ങനെ പറയുന്നത് കൊള്ളാം, പിള്ളേർ വഴിവെക്കൽ വല്ല ബോംബൊന്നും വെക്കരുത്, വെച്ചാലും കുഴപ്പമില്ല. ജീവിക്കുന്ന മര്യാദ ജീവിക്കണം. നീ നിൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി, നീ അടുത്ത വീട്ടിലെ കൊച്ചൻ്റെ കാര്യം നോക്കണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അവിടുത്തെ കൊച്ചു പോകാതിരിക്കുക നിന്നവർക്ക് കൊള്ളാം, നിന്നില്ല അതിനോട് സ്വതന്ത്രം. ഇതൊരു വല്ലാത്ത കാലമാണ്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് MDMA ആയിട്ട് പിടിച്ചു. MDMA ആയിട്ട് പിടിച്ച ആ കൊച്ചിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയോ? പാഷ ഒരു സന്തോഷ വാർത്തയുണ്ട്. പക്ഷേ എന്നാ പറ്റി, എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ മലയാള മനോരമ വന്നേക്കണമെന്ന്. എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ അതിൽ അഭിമാനം കൊള്ളുന്ന കാലമായത്. അവർ പറയുക പാഷ നിസ്സാര കാര്യമാണോ? കൊച്ചിൻ്റെ ഫോട്ടോ അത് ഫ്രണ്ട് പേജ് മലയാള മനോരമ വരിക. അത് പത്തനംതിട്ട എഡിഷൻ മാത്രമല്ല, കൊച്ചി എഡിഷൻ, ആലപ്പുഴ, എല്ലായിടത്തും വന്നു. അവൻ ആരായി? ഈ അങ്ങനെ ഒരു കാലമാണ്. നമുക്കാണ് ഇതൊക്കെ ഭയങ്കര വിഷയം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ഹൈടെക് അപ്പന്മാരായി. ഇപ്പം അറ്റ്ലീസ്റ്റ് 2 കേസെങ്കിലും ഉള്ളത് അവരുടെ അപ്പന്മാർക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ തമ്മിൽ എന്ത് വരുത്തണം? ആത്മീയ, നമ്മൾ ആരുടെയും വിഷയം വേണ്ടത് വിട്ടുകളാ. എന്ത് ചെയ്യണം? ആത്മീക വർധന വരുത്തിയിട്ട് 20ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യും. എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്തോത്രം. ഒന്ന് 2 സ്തോത്രം ഒന്ന് പറ. നമ്മൾ മുഴുവൻ ആളുകൾ വിളിച്ച എന്തെന്നാ? സ്തോത്രക്കാരെന്നാ വിളിച്ചേ. 2 നമുക്കാണെങ്കിലോ സ്തോത്രം ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുക. 10 ഉറപ്പിച്ചങ്ങ് പറ. 10 അങ്ങ് പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 അല്ലേ? ഈ സ്തോത്രം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം എന്നാന്നേ, ദൈവത്തിന് സ്തുതി എന്നാന്നേ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മീക വർധന വരുത്തി നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് പാടി നിങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. 15ാമത്തെ കാര്യം മോനെ, 21ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയ മക്കൾ ചെയ്യേണ്ട 15 കൂട്ടം കാര്യം ഇത് നിങ്ങൾ എഴുതി ഒരു നോട്ടാക്കി വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും ഇതൊന്ന് വായിക്കണം. അവസാനം കൊണ്ടുവന്ന് നിർത്തിയ വാക്യം ഏതാ? അന്യോന്യം ക്രിസ്തുവിന്റെ ഭയത്തിൽ. ഇല്ല, ഇതിന്റെ നടുവിൽ ദൈവമുണ്ട്, കേൾക്കുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട് അല്ലേ? നമ്മൾ സാധാരണക്കാരല്ല. നമ്മൾ ആരാണ്? പ്രിയ മക്കളാണ്.